സുചിത്രടുത്തി, പ്രകാശേട്ടൻ വീട് പാല് കാച്ചുന്നതിന്റെ ആലോചനയില്ല. ഈ സമയത്ത് സുചിത്രടുത്തിക്ക് പിണങ്ങി നിൽക്കാൻ പറ്റില്ല. പലരോടും മറുപടി പറയേണ്ടി വരും. ആ പാല് കാച്ചലിന് ഞാൻ പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചതാ. അപ്പോഴാ അങ്ങേരെ അടുത്ത തന്ത്രം ഇറക്കി കളിച്ചത്. തന്ത്രോ? അതെന്ത് തന്ത്രം? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും എന്റെ അമ്മയോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലാത്ത ആളാ. ഇന്ന് എന്റെ അമ്മയോട് കൃത്രിമ സ്നേഹം കാണിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. അമ്മയുള്ളപ്പോ എനിക്ക് സഹകരിച്ചല്ലേ പറ്റൂ. എന്നെ മോളെ പോലെ സ്നേഹിച്ച ഇവിടുത്തെ അച്ഛനും അമ്മയും ചതിച്ചിട്ടാ അയാള് ആ വീട് പണിതത്. എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല വന്ദനെ. സുചിത്രടുത്തി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു വീടെന്നൊക്കെ പറഞ്ഞാ അതൊരു മഹാഭാഗ്യം. ഇവിടെ അച്ഛന്റെ അമ്മയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട്, 3 നിലയിലുള്ള ഒരു മണിമാളിക. പാവങ്ങള് സാധിച്ചില്ല. സുചിത്രടുത്തിന് മുന്നില് ഭാഗ്യം തെളിഞ്ഞു നിൽക്കുമ്പോ അതിനെ നിന്ദിക്കാൻ പാടില്ല. സുചിത്രടുത്തിയുടെ അമ്മയാണെങ്കില് ആ വീട്ടിലേക്ക് പോവാൻ തയ്യാറായിട്ട് നിൽക്കാം. എന്നാലും ഇവിടുത്തെ അമ്മയും അച്ഛനെയും വേദനിപ്പിച്ച ആ വീട് എനിക്ക് പറ്റില്ല വന്ദനെ. സുചിത്രടുത്തി, എന്നെ പ്രസവിച്ച ചന്ദ്രികാമ്മയോട് ആ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോൾ ആരാണെന്ന് ചോദിച്ചാ അത് സുചിത്രയാണെന്നേ പറയൂ. മരുമോളായിട്ടല്ല, മോളായിട്ടാ അമ്മ സുചിത്രടുത്തിയെ കണ്ടിരിക്കുന്നത്. ആ അമ്മയോ അച്ഛനോ ഒരിക്കലും സുചിത്രടുത്തിയെ തെറ്റിദ്ധരിക്കില്ല. പ്രകാശേട്ടൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് പറയുന്നതിന് തുല്യാവില്ലേ ഞാൻ ആ പാലുകാച്ചല് പങ്കെടുത്ത? ഒരിക്കലുമില്ല. സുചിത്രടുത്തി പ്രകാശേട്ടൻ ചെയ്യുന്ന തെറ്റുകളെ എതിർക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണം. പക്ഷേ അത് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത്. സുചിത്രടുത്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജീവിതത്തില് സന്തോഷം എന്തെന്നറിയാത്തൊരമ്മയാ സുചിത്രടുത്തിയുടെ അമ്മ. അവര് മോളൊരു വീട് വെച്ച് പാല് കാച്ചുന്നതിന്റെ സന്തോഷത്തില് സ്വയം മറന്നു നടക്കുക. അവരുടെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് കെടുത്തിക്കളയാൻ സുചിത്രടുത്തിക്ക് പറ്റുമോ?